ഈ വീഡിയോയിൽ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ് നോക്കുന്നത്. അതിൽ ആദ്യമേ തന്നെ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ, ഈ ബ്രഹ്മോസ് മിസൈലുമായിട്ട് ബന്ധപ്പെട്ട് 2 എഗ്രിമെൻറ്റുകൾ ഇന്ത്യ സൈൻ ചെയ്തതായിട്ട് പറയുന്നുണ്ട്. കമ്പനി നോട്ട് ഡിസ്ക്ലോസ്ഡ് സോഫാർ. ഏതാണ്ട് 4000 കോടി വർത്ത് വരുന്ന ഒരു എഗ്രിമെൻ്റാണ് സൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ഈക്വലൻ ടു $483 മില്യൺ വർത്ത് വരുന്ന 2 കരാറുകളാണ് സൈൻ ചെയ്തിരിക്കുന്നത്. ഇത് ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ആണ് ഈ ഒരു വിഷയം പുറത്തു പറഞ്ഞത്. ഈ അമേരിക്കയുടെ ഈ റഷ്യൻ ഓയിൽ കമ്പനികൾക്ക് മേലുള്ള ആ ഒരു സാങ്ഷൻസ്, നിരോധനം, റോസ്നെഫ്റ്റ്, ലൂക്ക് ഓയിൽ, ഈ 2 സ്ഥാപനങ്ങളെയും എയിം ചെയ്തുകൊണ്ട് പുറപ്പെടുവിച്ച സാങ്ഷൻസ് ഇത് തുടർന്നാൽ, അഥവാ അവർക്ക് ട്രാൻസ്പോർട്ടേഷൻ നടത്താൻ പറ്റാത്ത സാഹചര്യം, ചില ഫ്ലീറ്റുകൾ, അവരുടെ അടുത്ത് എണ്ണ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്ലീറ്റുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ഏതാണ് 117 വെസൽസ്, ടാങ്കർ വെസൽസ് കമ്പനികൾക്ക് മേളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന സാങ്ഷൻസ്, ഇതെല്ലാം കൊണ്ടും ഈ എണ്ണ മറ്റുള്ളവർ വാങ്ങിക്കാൻ താല്പര്യം കാണിച്ചാൽ പോലും റഷ്യക്ക് സപ്ലൈ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരും എന്നും കൂടി പറയുന്നുണ്ട്. ഇതിൻ്റെ മറ്റൊരു വശം, അമേരിക്കയുമായിട്ടും യൂറോപ്പുമായിട്ടും ഡീൽ ചെയ്യുന്ന കമ്പനികളാണെന്നുണ്ടെങ്കിൽ അവർ ഇതിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ഇനഫ് ഫ്ലീറ്റുകൾ വേണം. അതായത് ബില്യൺ കണക്കിൽ ബാരലാണ് പെർ ഡേ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ 1.3 മില്യൺ ബാരലിൻ്റെ ഷോർട്ടേജ് പെർ ഡേ ഉണ്ടാകുമെന്നാണ് ഇന്ത്യ പറയുന്നത്. 1.3 മില്യൺ ബാരലിൻ്റെ ഷോർട്ടേജ്. ഇത് ഗ്ലോബൽ ഓയിൽ മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള ഒരു ഗ്യാപ്പ് സൃഷ്ടിക്കും. പ്രൈസ് ക്രമാതീതമായി ഉയർന്നു പോകാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളൊരു വാണിംഗ് കൂടി ഇന്ത്യ ഒരു മുന്നറിയിപ്പായിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സാങ്ഷനൊന്നും അത്ര നീണ്ട കാലത്തേക്ക് നിലനിന്ന് പോകുമെന്ന് തോന്നുന്നില്ല. കാരണം യൂറോപ്പ് ഓൾറെഡി തന്നെ ഈ സാങ്ഷൻ മാറ്റണം എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളൊക്കെ വരുന്നുണ്ട്. യൂറോപ്പിലെ പല രാജ്യങ്ങളും ഇപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തുന്നുണ്ട്. ഞങ്ങൾക്ക് എക്സംഷൻ വേണം, ഞങ്ങൾക്ക് എക്സംഷൻ വേണം. നിങ്ങൾക്കൊക്കെ എക്സംഷനാണ് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഒരു ഡ്രാമ? ആർക്ക് വേണ്ടിയാണ് ഈ ഡ്രാമ? അതായത് നിങ്ങൾക്കെല്ലാം ഓയിൽ മേടിക്കണം, അത് ഇന്ത്യ മേടിക്കാൻ പാടില്ല. അത് മാത്രമാണ് ഇതിൻ്റെ ഒരു എയിമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ അത് ഇന്ത്യ എന്തായാലും സമ്മതിച്ചു കൊടുക്കില്ല. ഇന്ത്യ സ്വയമേ അങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല. റഷ്യക്ക് എത്രത്തോളം സപ്ലൈ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ അത്രത്തോളം ഇന്ത്യ വാങ്ങിക്കുക തന്നെ ചെയ്യും. അത് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു വിഷയം കൂടി ഇന്ത്യ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 1.3 മില്യൺ ബാരൽ ക്രൂഡ് ഓയിലിൻ്റെ ഡെഫിസിറ്റ് ഗ്ലോബലി പെർ ഡേ നേരിടേണ്ടി വരും. ഇത് വലിയ രീതിയിലുള്ള പ്രശ്നം സൃഷ്ടിക്കും. വില ഉയർന്നു പോകും ഓയിലിൻ്റെ. ഇത് അനദർ ഗ്ലോബൽ ക്രൈസിസ് ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ള സൂചനയാണ് ഇന്ത്യ കൊടുക്കുന്നത്. അമേരിക്കയുടെ മുൻ CIA ഉദ്യോഗസ്ഥനായിട്ടുള്ള ജോൺ കരിയേക്കാവ് പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ടുള്ള കൺവെൻഷണൽ വാർ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതൊരു സൂചനയാണ്, പാകിസ്ഥാൻ കൊടുത്തിരിക്കുന്ന ഒരു വാണിംഗും കൂടിയാണ്, ഒരു അലേർട്ടും കൂടിയാണ്. കാരണം ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു പൊസിഷനും പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയും വെച്ച് നോക്കുമ്പോഴത്തേക്കും നത്തിങ് പോസിറ്റീവ് ഫോർ പാകിസ്ഥാൻ. ഒരു രീതിയിലുള്ള അഡ്വാൻറ്റേജും പാകിസ്ഥാൻ ഇല്ല എന്നുള്ളത് വളരെ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞിരിക്കുകയാണ് അമേരിക്കയുടെ മുൻ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസിയിൽ വർക്ക് ചെയ്തിരുന്ന ഉദ്യോഗസ്ഥനായിട്ടുള്ള ജോൺ കരിയേക്കാവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയെ പോയി ചൊറിയാൻ നിൽക്കേണ്ട, വേടിച്ച് കൂട്ടണ്ട, തകർത്ത് തരിപ്പണമാക്കി കളയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം പാകിസ്ഥാൻ്റെ ഇന്റർണൽ സ്ട്രക്ചർ തന്നെ ശരിയല്ല. ഇപ്പം അത് ഗ്ലോബലി തന്നെ വിസിബിളാണ്. ആ സാഹചര്യത്തിലാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ട്രംപിൻ്റെ ഭരണകൂടം, ട്രംപിൻ്റെ ഓൺ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവിടെ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ പ്രേമികൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, ഫാക്റ്റാണ്. പാകിസ്ഥാൻ ഒരു തീവ്രവാദ രാജ്യമാണ്. ആ തീവ്രവാദ രാജ്യത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാടാണ് ഇന്നത്തെ അമേരിക്കൻ ഭരണകൂടം എടുത്തിരിക്കുന്നത്. അത് വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്, വിസിബിളാണ്. ഇത് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ പറഞ്ഞ വാക്കാണ്. അതോടൊപ്പം തന്നെ ഈ ജോൺ കരിയേക്കാവ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയം കൂടി പറഞ്ഞു വെച്ചിട്ട്, പർവേഷ് മുഷറഫ് നല്ല രീതിയിൽ ഒരു തുക കൈപ്പറ്റിക്കൊണ്ട് പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ വെപ്പൺ, അതിൻ്റെ ആക്സസ് ഉൾപ്പെടെ അമേരിക്കയ്ക്ക് വിറ്റു എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ന്യൂക്ലിയർ വെപ്പൺ പാകിസ്ഥാനിലുണ്ടെങ്കിലും അതിനെ അമേരിക്കയ്ക്ക് വിറ്റു എന്നുള്ളൊരു വെളിപ്പെടുത്തലാണ് ഈ CIA മുൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ ഒരു വ്യക്തത കിട്ടി. എന്തുകൊണ്ടാണ് കിരാണ ഹിൽസിനെ ഇന്ത്യ ടാർഗറ്റ് ചെയ്തപ്പോഴത്തേക്കും അമേരിക്കയ്ക്ക് ഇത്രമാത്രം വേദന ഉണ്ടാവാനുള്ള കാരണം എന്തായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു വെളിപ്പെടുത്തലാണ് ഇവിടെ ഇപ്പം പുറത്തു വന്നിരിക്കുന്നത്. FATF പാകിസ്ഥാൻ ഒരു മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ്. FATF എന്ന് പറയുന്നത് ഫ്രാൻസിനെ ആസ്ഥാനമായി കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഗ്ലോബൽ സംഘടനയാണ്. ഫൈനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്നാണ് ഇതിൻ്റെ പേര്. ഇപ്പോൾ ഇവരെന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ലോൺ മേടിക്കണമെങ്കിൽ സിബിൽ സ്കോർ പരിശോധിച്ച് ലോൺ കിട്ടുന്നത് പോലെ ആഗോളതരത്തിൽ രാജ്യങ്ങൾക്ക് സിബിൽ സ്കോർ പരിശോധിക്കുന്ന, ഇവർക്ക് തീവ്രവാദ ബന്ധമുണ്ടോ, ഇവരുടെ ഫണ്ടുകൾ ഇവർ കൃത്യമായിട്ട് വാങ്ങിച്ചിട്ട് ഇവർ പറഞ്ഞ കാര്യങ്ങൾക്ക് തന്നെയാണോ ചിലവാക്കുന്നത്, ഇതെല്ലാം അക്കൗണ്ടബിലിറ്റിയിൽ രേഖപ്പെടുത്തുന്ന ഒരു സ്ഥാപനമാണ് FATF. ഈ FATFൻ്റെ അപ്രൂവൽ ഉണ്ടെങ്കിലാണ് IMFൻ്റെ കയ്യിൽ നിന്നും വേൾഡ് ബാങ്കിൻ്റെ കയ്യിൽ നിന്നും പല രാജ്യങ്ങളും തന്നെയും പൈസ വിശ്വസിച്ച് ആ രാജ്യത്തിന് കൊടുക്കാൻ തയ്യാറാവുള്ളൂ. അപ്പോൾ FATFന് ഗ്രേ ലിസ്റ്റിലാണ് പാകിസ്ഥാൻ ഉള്ളത്. ഈ പാകിസ്ഥാൻ ഗ്രേ ലിസ്റ്റിൽ നിന്നും പുറത്ത് വന്നാലും നിങ്ങൾക്ക് ലോൺ കിട്ടുക എന്നുള്ളത് വലിയ ചാലഞ്ചാണ്. കാരണം FATFൻ്റെ അപ്രൂവൽ മാത്രം പോരാ ഇന്നത്തെ കാലത്ത്. കാരണം നിങ്ങളുടെ മുൻകാല ലോൺ തിരിച്ചടവുകളുടെ ചരിത്രം,
അത് പരിശോധിക്കുമ്പോൾ IMF ഉൾപ്പെടെ വേൾഡ് ബാങ്ക് ഉൾപ്പെടെയുള്ള ഈ ബാങ്കിങ് സിസ്റ്റം നിങ്ങളുടെ മുൻകാല ചരിത്രം പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് ലോൺ നിഷേധിക്കാനുള്ള സാധ്യതയുണ്ട്. അതും കൂടി പറഞ്ഞു വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് FATF മാത്രം ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. കാരണം FATF അവർ ഗ്രേ ലിസ്റ്റിലാണ്. ഈ ഗ്രേ ലിസ്റ്റ് ഒഴിവാക്കിക്കൊണ്ട് അവരൊരു ക്ലിയർ റെക്കോർഡ് രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് പാകിസ്ഥാൻ. പക്ഷേ അത് നടക്കത്തില്ല. കാരണം ഈ പെഹൽഗാം ആക്രമണത്തെ ചൊല്ലി കിട്ടിയ തെളിവുകളെല്ലാം ഇന്ത്യ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാന്റെ മേളിൽ നല്ല സമ്മർദ്ദം ഉണ്ട് അവിടെ. അതിലുപരിയായിട്ട് UN ജയശങ്കർ പറഞ്ഞു വെച്ചത് ഈ പാകിസ്ഥാന് യുണൈറ്റഡ് നേഷൻസിന്റെ സെക്യൂരിറ്റി കൗൺസിലിന്റെ ചെയർപേഴ്സൺ കൊടുത്തിട്ടുണ്ട്. ഇനി വരുന്ന 2 വർഷത്തേക്ക് അവരാണ് ചെയർപേഴ്സൺ. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് അവർ കയറിയത്. തീവ്രവാദികളുടെ കയ്യിൽ തന്നെയാണ് താക്കോൽ കൊടുത്തിരിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് UN ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീവ്രവാദികളെ വിളിച്ച് നിങ്ങൾ ചെയർപേഴ്സണായിട്ട് ഇരുത്തിയിട്ടുണ്ട് എന്നുള്ളൊരു നിലപാടാണ് ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ പറഞ്ഞു വെച്ചത്. ഇത് പോളിസി സ്റ്റേറ്റ്മെന്റ് ആണ്. IMF പറഞ്ഞിരിക്കുന്നത് ഈ ഗ്ലോബൽ സ്ലോ ഡൗൺ എക്കണോമിക് ഗ്രോത്തിലും ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് 6.6% ആയിരിക്കും ഫൈനാൻഷ്യൽ ഇയർ 2026 എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് IMF. പീയൂഷ് ഗോയൽ 2 ദിവസമായിട്ട് ജർമ്മനിയിലെ ബെർലിനിലാണ് ഉള്ളത്. ജർമ്മനിയുമായിട്ട് പലതരത്തിലുള്ള മീറ്റിങ്ങുകളാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ആ മീറ്റിങ്ങിൻ്റെ ഇടയിൽ എയർബസിന്റെ ചെയർമാൻ ആയിട്ടുള്ള റെനെ ഓബർമാനുമായിട്ട് ഒരു ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ചർച്ചയിൽ സൂചിപ്പിച്ചത് ഇത്തവണത്തെ എയർബസിന്റെ അവർ ആനുവൽ സബ്മിറ്റ് നടത്തിയത് ഇന്ത്യയിൽ വെച്ചിട്ടാണ്, ബാംഗ്ലൂരിൽ വെച്ചിട്ടാണ് നടത്തിയത്. അവിടെ നടത്തിയ സമയത്ത് ഇന്ത്യക്കുള്ളിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റുകൾ ഇന്ത്യക്കുള്ളിലുള്ള എയർബസ് യൂണിറ്റിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ള ഒരു വസ്തുതയും കൂടി രണ്ടുപേരും പറഞ്ഞതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതായത് ഇന്ത്യയിൽ നടത്തിയ ആ ഒരു സബ്മിറ്റിനെ തുടർന്ന് എയർബസിന് ഇന്ത്യക്കുള്ളിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ലഭിച്ചു എന്നാണ് റെനെ ഓബർമാൻ എന്ന് പറഞ്ഞ എയർബസിന്റെ ചെയർമാൻ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ പീയൂഷ് ഗോയൽ ജർമ്മനിയിൽ വെച്ച് തന്നെ ബാങ്ക് ഓഫ് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ബെർണാഡ് മനേഷുമായിട്ട് ഒരു മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. അത് ഇന്റർനാഷണൽ ബാങ്ക് ഓഫ് അമേരിക്കയുടെ പ്രസിഡന്റ് ആണ് ഈ ബെർണാഡ് മനേഷ്. ഈ ബെർണാഡ് മനേഷുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. ഫൈനാൻഷ്യൽ ടൈസ് മനസ്സിലായി, അതായത് സാമ്പത്തിക ഇടപാടുകളുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫൈനാൻഷ്യൽ ടൈസ് നടത്താൻ വേണ്ടിയിട്ടുള്ള ചില പ്രോഗ്രാമുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ ഫർദർ ഡിസ്കഷൻസ് വരും മാസങ്ങളിൽ ഇന്ത്യക്കുള്ളിൽ വെച്ച് നടത്തും എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇന്ത്യ ഒരിക്കൽ കൂടി യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിൽ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കശ്മീരിൽ നിന്നും പാകിസ്ഥാൻ പിന്നോട്ട് പോകണം, അവരുടെ തീവ്രവാദ സ്വഭാവം മാറ്റിക്കൊണ്ട് പാക് ഒക്കുപ്പൈഡ് കശ്മീർ ഒഴിഞ്ഞു പോകണം എന്നുള്ള സ്റ്റേറ്റ്മെന്റും കൂടി വളരെ ശക്തമായിട്ട് തന്നെ UNSCയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇന്ത്യ ഒരു മാസ് ഡയലോഗ് കൂടി പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യക്ക് ഒരു ധൃതിയുമില്ല അമേരിക്കയുമായിട്ടോ യൂറോപ്യൻ യൂണിയനുമായിട്ടോ ഒരു ട്രേഡ് ഡീൽ ഇത്ര റഷായിട്ട് വെക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമാണ് മനസ്സിലാക്കണം. അതായത് ഇന്ത്യയെക്കുറിച്ച് പലരും അമേരിക്കയുമായിട്ട് വ്യാപാരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നെഞ്ചത്തടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഒരേ ഒരു കാര്യം മാത്രം മനസ്സിലാക്കണം. ഇന്ത്യയുടെ നിലപാട് എന്താണെന്നുള്ളത് ഇന്ത്യയുടെ കോമേഴ്സ് മിനിസ്റ്റർ പീയൂഷ് ഗോയൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പരം ഒരു ഡയലോഗ് ഇനി പുള്ളിക്കാരന്റെ വായിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾക്ക് ഒരു ധൃതിയുമില്ല നിങ്ങളുമായിട്ട് വ്യാപാര ബന്ധം സൈൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ആരുമായിട്ട്? US-ഉമായിട്ട്. യൂറോപ്പുമായിട്ടും ഇതേ നിലപാട് തന്നെയാണ്. കാരണം യൂറോപ്പിന് 2 ദിവസം കഴിഞ്ഞ് ഇന്ത്യക്കുള്ളിൽ ഇതേപോലെ ട്രേഡ് ഡീലുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്താൻ വരാനിരിക്കുകയാണ്. അവർക്കും കൂടി ഒരു മുന്നറിയിപ്പാണിത്. അതായത് ഇന്ത്യ ആരുമായിട്ടും അങ്ങനെ ധൃതി പിടിച്ച് നിൽക്കുന്നില്ല ഒരു ഡീൽ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നിങ്ങൾ സാവധാനം നിങ്ങളുടെ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ട് വന്നാൽ മതി. എവിടെയൊക്കെ നിങ്ങൾ സാങ്ഷൻ ഇടണോ നിങ്ങൾ അവിടെയൊക്കെ ഇട്ടോ. ഇന്ത്യയുടേതായിട്ടുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കും. ഞങ്ങൾക്ക് എവിടെ എണ്ണ മേടിക്കണോ ഞങ്ങൾ അവിടെ നിന്ന് മേടിക്കും. ഞങ്ങൾക്ക് ആരുമായിട്ട് ഡീല് ഓക്കെ ആയി വരുന്നു ഞങ്ങൾ അവിടെ സൈൻ ചെയ്യും. വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടാത്ത ആൾക്കാരുമായിട്ട് കച്ചവടം നടത്തണം എന്നുണ്ടെങ്കിലും ആ രീതിക്ക് ഞങ്ങൾ കച്ചവടം നടത്തും. അതിന് കച്ചവടം നടത്താൻ ഇപ്പം ഡീൽ വേണം എന്നുള്ളത് നിർബന്ധമല്ലല്ലോ. ഈ ഡീൽ വരുന്നത് എന്തുകൊണ്ടാണ്? ചില കൺസെൻസസ് ഉൾപ്പെടുത്തിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചില നെഗോസിയേഷനിലും ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിക്കൊണ്ടാണ് ഡീൽ എപ്പോഴും വരുന്നത്. ഡീൽ വന്നാൽ നല്ലത്, ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ച് കച്ചവടം നടക്കും. ഡീൽ വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഡീൽ ഇല്ലാത്ത രീതിയിലുള്ള കച്ചവടം നടക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ, അത്ര സിമ്പിളാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ധൃതി പിടിച്ച് ഒരു ഡീലും ഞങ്ങൾ അമേരിക്കയുടെ കയ്യിൽ നിന്നോ ലോകത്ത് ആരുടെയും കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്ര ബോൾഡായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്ന ഇന്ത്യയാണ് നമുക്ക് വേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ചൈന ന്യൂ എയർ ഡിഫൻസ് ഇൻസ്റ്റാലേഷൻസ് ഇന്ത്യയുടെ ബോർഡറിന്റെ സൈഡിൽ അവർ സ്ഥാപിച്ചിട്ടുണ്ട്. അത് ഇന്ത്യക്ക് കൺസേൺ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോർഡർ ഏരിയയിൽ ആര് വന്നിട്ട് എന്ത് ചെയ്താലും ഇന്ത്യ അതിനെ വിജിലന്റോട് കൂടിയാണ് നോക്കിക്കാണുന്നത്. അപ്പോൾ ആ ഒരു കൃത്യമായിട്ടുള്ള മൈൻഡ് സെറ്റോട് കൂടി ഇന്ത്യ അതിനെ റീഡ് ചെയ്യുന്നുണ്ട്. പാങ്കോങ് ലേക്കിന്റെ ഭാഗത്ത് ടിബറ്റിന്റെ ഏരിയയിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. 110 കിലോമീറ്റർ റേഞ്ച് കവറേജ് വരുന്ന എയർ ഡിഫൻസ് സിസ്റ്റമാണ് അവർ സ്ഥാപിച്ചിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ട്രേഡ് നെഗോസിയേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇന്ത്യയുടെ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയിൽ നിന്നും ജാവലിൻ മിസൈൽ, അമേരിക്കൻ നിർമ്മിത ജാവലിൻ മിസൈൽ ഇന്ത്യക്ക് തരുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളും കൂടി പുരോഗമിക്കുന്നുണ്ട്. പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞാൽ 12 ലോഞ്ചേഴ്സും, അതായത് തോളത്ത് വെച്ച് അടിക്കുന്ന 12 ലോഞ്ചേഴ്സും 104 മിസൈലുകളുമാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. 104 മിസൈലുകളും 12 ലോഞ്ചേഴ്സുമാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇന്ത്യയുടെ സെമികണ്ടക്ടർ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞാൽ ഈ സെമികണ്ടക്ടർ മേഖലയിൽ ഡീകോഡ് ചെയ്ത് സംസാരിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. കാരണം നമ്മളിപ്പോൾ എല്ലാം ലാർജ് മോഡലായിട്ടുള്ള ആ ഒരു ബാൻഡ് വിത്തിലുള്ള
ഈ സെമി കണ്ടക്ടർ ചിപ്പുകളായിരിക്കും നമ്മളിപ്പോൾ നിർമ്മിക്കുന്നത്. കാരണം മെജോറിറ്റി സാധനങ്ങൾക്കൊക്കെ ഈ നാനോ എന്ന് പറഞ്ഞ ആ ചിപ്പല്ല വേണ്ടത്. അപ്പോൾ ആ രീതിയിലാണ് ഇന്ത്യ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ നാനോ ചിപ്പുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ കുറച്ചുകൂടെ ഇന്ത്യ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ 2028 കൂടി നാനോ ചിപ്പ് സെമി കണ്ടക്ടർ നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ അച്ചീവ്മെന്റ് നടത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ 7nm ശക്തി എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത് ആ ചിപ്പിന്. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോജക്റ്റ് വർക്ക് ഇന്ത്യ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. 1000 ഏക്കർ വിസ്തീർണത്തിൽ ഇന്ത്യ മധ്യപ്രദേശിൽ ഒരു ലാർജ് എയർബേസ് റെഡിയാക്കുകയാണ്. അതായത് സെൻട്രൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ലാർജസ്റ്റ് എയർബേസ്. അതാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ശരിക്കും അങ്ങനെ ഒരു എയർബേസ് ഇന്ത്യക്ക് ആവശ്യമുണ്ട്. കാരണം ഇന്ത്യ വലിയ തോതിൽ ഏതാണ്ട് ഇന്ത്യ 480-ലധികം എയർക്രാഫ്റ്റുകളാണ് പുതിയതായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇൻഡിജീനിയസ് ആയിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതും പുറത്തുനിന്ന് പ്രൊക്യൂർമെന്റ് നടത്തുന്നതുമായിട്ടുള്ള ആ ഒരു എയർക്രാഫ്റ്റുകളുടെ എണ്ണമാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ രീതിയിലുള്ളൊരു ബേസ് ഇന്ത്യക്ക് ആവശ്യമാണ്, ഒരു മാസീവ് ആയിട്ടുള്ളൊരു ബേസ്. അപ്പോൾ അതിന് തന്നെയാണ് ലാൻഡ് പ്രൊക്യൂർമെന്റ് നടത്തിയിരിക്കുന്നത് എന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. അപ്പോൾ താലിബാൻ എന്തായാലും പാകിസ്ഥാന് വെള്ളം കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ബഡ്ജറ്റിൽ ഡാം പണിയുന്ന പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ച് അതിൻ്റെ വർക്കുകൾ പ്രാരംഭഘട്ടത്തിൽ ഇപ്പോൾ തുടക്കം കുറിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇപ്പം അഫ്ഗാനിസ്ഥാനെ ഭീഷണിപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലാണ് എത്തിപ്പെട്ടിരിക്കുന്നത്. എനിവേ അവരുടെ ഇടയിൽ ഓൾറെഡി തന്നെ പ്രശ്നങ്ങളുണ്ട്. ഇനിയിപ്പോൾ ഇത് അടുത്ത ലെവലിലേക്ക് പോകുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ എന്നാലും US-ന്റെ മുൻ CIA ഉദ്യോഗസ്ഥൻ്റെ വാണിംഗ് ഒക്കെ മുന്നിൽ നിൽപ്പുണ്ട്. പക്ഷേ എന്നാലും അതിനെയൊക്കെ പാകിസ്ഥാൻ മൈൻഡ് ചെയ്യുന്ന ഒരു രീതിയല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരല്ല ഇപ്പോൾ പാകിസ്ഥാനിൽ ഉള്ളത്. അവരുടെ എക്കാലത്തെയും അവരുടെ നേതാക്കൾ അങ്ങനെ തന്നെയാണ്. ഞാൻ പറയുന്നത് സ്പെഷ്യലി അസിം മുനീറിനെ കുറിച്ചാണ്. പാകിസ്ഥാനിൽ 400% തക്കാളിയുടെ വില ഉയർന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. 157 റുപ്പീസാണ് 1 കിലോ തക്കാളിയുടെ വില പാകിസ്ഥാനിൽ. ആ രീതിയിലേക്കാണ് പാകിസ്ഥാൻ്റെ വില വർധനവ് പോകുന്നത്. ഞാൻ തക്കാളി എന്ന് പറഞ്ഞൊരു എക്സാമ്പിളാണ്. ഇതുപോലെ പല സാധനങ്ങളും ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. പലതിൻ്റെയും വില ക്രമാതീതമായ രീതിയിൽ ഉയർന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ കുറേ സമഗ്രമായ വിഷയങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.